ചൊല്ലും വിളിയില്ലാതെ ആ കുട്ടിയെ വളർത്തിയ അച്ഛനെ അമ്മയും വേണം പറയാൻ. ഓരോന്നിനെ ഇങ്ങനെ കാള പോലെ വളർത്തിയിട്ട് ചുമ്മാ അതങ്ങ് അഴിച്ചു വിടുകയല്ലേ ഓരോ ആണുങ്ങളുടെ നെഞ്ചത്തേക്ക്. മക്കൾ എവിടെ പോകുന്നു, എന്തെല്ലാം തോന്നിവാസം കാട്ടുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു രൂപവുമില്ല ഇന്നത്തെ അച്ഛനമ്മമാർക്ക്. അത് ശരിയാ ശാലിനി പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞു, ഇനി മറക്കാം. ഇന്ന് മോളുടെ ജന്മദിനമാണല്ലേ? അതെ. ഇതുപോലെ സന്തോഷകരമായ ഒരു 100 ജന്മദിനങ്ങൾ മോൾക്ക് ആശംസിക്കുന്നു. അങ്ങനെ പറഞ്ഞാ പോരാ, ഇവളുടെ ജന്മദിന ആഘോഷത്തിന് പത്മാവതിയും മോനും ഉണ്ടാവണം. തീർച്ചയായും സാറല്ലേ, ഇവരും ജന്മദിനാഘോഷത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളാ. ബർത്ത്ഡേ സെലിബ്രേഷനിടെ സുസ്മിതയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ രോഹിതിനും ഉണ്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഒരു പരാതിയായിട്ടാ രോഹിത് എന്നെ ആദ്യമായിട്ട് കാണാനെത്തിയത്. അതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാവും ഇന്ന് രാത്രി എന്നർത്ഥം. മോള് പോയി റെഡിയാവ്, എന്നിട്ട് വാ, ഒരുമിച്ച് കാപ്പി കുടിക്കാം. ദേ, ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാ. അതിന് ഞാൻ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് തന്നെ. ചെല്ലേ. പത്മാവതി ഇരിക്കും. ആഹാ, അമ്മ ഒരുങ്ങിയില്ലേ ഇതുവരെ? എടി, ഈ മുടിയൊന്ന് ചെയ്യാ മതി. ദീപാരാധന തൊഴാൻ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞതല്ലേ അമ്മേ? ഹോട്ടലിലെ ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങണ്ടേടി. അതിന് നീ റെഡിയായോ? ഇതാ കണ്ടില്ലേ, ഞാൻ എപ്പോഴാ റെഡി. നീ ചെന്ന് ശ്യാമ ഒരുങ്ങിയോ നോക്ക്. അവളോടും കൂടെ വരാൻ പറഞ്ഞു ഞാൻ. എനിക്ക് തോന്നുന്നില്ല അവള് വരുമെന്ന്. ഞാനിങ്ങോട്ട് പോരുമ്പോ മുറിയില് മുഖം വേർപ്പിച്ചിരിക്കുന്നത് കണ്ടു. നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയില്ല ഇതുവരെ. എടി, ഒരു
വീടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു നിരിക്കും എന്ന് പറഞ്ഞ് പരസ്പരം പിണങ്ങിയിരിക്കാ വേണ്ടത്. ചെന്നവളെ വിളിച്ചോണ്ടോ. എനിക്കാരോടും പിണക്കൊന്നുമില്ല, ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. ചെന്ന് വിളിക്കടി. ശരി. ഈ കുട്ടികളുടെ ഒരു കാര്യം. നീ പിന്നെയും തുടങ്ങിയല്ലേടി? എന്ത് തുടങ്ങിയെന്ന്? നീ പിന്നെയും മയക്കുമരുന്ന് വിഴുങ്ങാൻ തുടങ്ങിയോന്ന്. എന്ത് പാടുപെട്ടാ നിന്നെ ഞങ്ങള്. വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? നിന്റെ വാ തുറക്കടി. വാ തുറക്കാൻ. തുറക്കാനാ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ നീ വാ തുറക്ക്. വാ തുറക്കാൻ. തുറക്കടി. ഞാൻ ഇന്ന് പോയി തന്നാ മതിയല്ലേ നിനക്ക്? അമ്മേ, അമ്മ അറിയിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ വാ തുറക്കടി. ഞാൻ നോക്കട്ടെ. നീ ശരിയാക്കി തരാടി ഞാനിന്ന്. തുറക്കടി. പറഞ്ഞ നീ കേക്കില്ലല്ലേ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. നിനക്ക് അമ്മയോട് പറയാനല്ലേ? നിക്കാൻ അമ്മേ. ഷാരിമോളല്ലേ ഇത്? നിന്നെ കൊല്ലോടി. നിന്നെ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലോടി. അയ്യോ, അയ്യോ, എന്താ ഇവിടെ? മോളെ, നീ എന്താടി കാണിച്ചത്? ഭാനുദേമേ, കണ്ണൂർക്ക്. അയ്യോ, ശ്യാമേ, ശ്യാമേ, മോളെ, ശ്യാമേ, ശ്യാമേ, മോളെ, മോളെ, ശ്യാമേ, 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 കണ്ണൂർക്ക്. അയ്യോ,
ഈശ്വര ശാരദാമ്മേ, ഭാനുമതിയമ്മേ ബോധം പോയെന്ന് തോന്നുന്നു. ഭാനുമതിയമ്മേ അമ്മ, അപ്പൊ ഇന്ന് രാത്രിയുള്ള ബർത്ത്ഡേ പാർട്ടി. അപ്പൊ വേറെ എന്തെങ്കിലും ചടങ്ങ് നടത്തുണ്ടോ അവിടെ വെച്ചിട്ട്? നിശ്ചയം അതവിടെ വെച്ച്. അല്ല ഭാമി എന്താ ഉദ്ദേശിച്ചേ? സുസ്മിതയുടെ വരനെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണല്ലോ. ആ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് നിശ്ചയവും മോതിരം മാറലും അങ്ങ് നടത്താം. എന്തിനാ വെറുതെ വെച്ച് താമസിപ്പിക്കുന്നേ? പെട്ടു പെട്ടു പെട്ടു. എന്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായി. നീ ഇങ്ങനെ നിരാശപ്പെടാതെ വേ. നിന്റെ വിഷ്ണുവേട്ടനേക്കാൾ കൊള്ളാവുന്ന ആരെങ്കിലുമാണ് നിന്റെ ഭാമാന്റി തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിലോ? വിഷ്ണുവേട്ടനേക്കാൾ കൊള്ളാവുന്ന ആരെങ്കിലോ? അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലടി. ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇത്ര നാൾ ഇവിടെ എല്ലാം സഹിച്ച് പിടിച്ചു നിന്നതും പോരാടിയതും ഒക്കെ? ഒന്നല്ല 2 കല്യാണ പന്തലിന്നാ വിഷ്ണുവേട്ടന് വേണ്ടി കാത്തിരുന്നിട്ട് എനിക്ക് കണ്ണീരോടെ പടിയിറങ്ങേണ്ടി വന്നത്. പെട്ടെന്ന് ഇറങ്ങടാ. ഫംഗ്ഷൻ തുറയ്ക്കുന്നു. വണ്ടി വെച്ചിട്ട് ഞാൻ വരാം. ഇവ ഇതുവരെ പോയില്ലേ? എന്തോ നോക്കി നിൽക്കോടാ. ഇവിടെ എന്താ ഗുരു വിശേഷം? എന്റെ കുഞ്ഞമ്മേറെ കല്യാണം. ആഹാ, അതെന്താ? അയ്യോ എടാ പൊട്ട, നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു ഇത് സത്യാമ്മയുടെ കുഞ്ഞമ്മയുടെ കല്യാണമാണെന്ന്? സത്യാമ്മയുടെ കുഞ്ഞമ്മയോ? അതാരാ ഗുരു? സത്യാമ്മയുടെ കുഞ്ഞമ്മയോ? ഞാൻ അങ്ങനെ പറഞ്ഞാ? ആ, പറഞ്ഞായിരുന്നു. പറഞ്ഞാ? ആ. ഈ പൊട്ട എന്നെ കൂടെ തല്ലു കൊള്ളിക്കുമല്ലോ എന്റെ മാതാവേ. ഒന്ന് വേഗം വാടാ, ഫംഗ്ഷൻ തുടങ്ങി കാണും. സത്യാമ്മേനി എന്തു പറയുമെന്തോ, ഒന്ന് വേഗം വാടാ. ഓ, അമ്മ, നീ ഇത് എവിടെയായിരുന്നു? ഞാനത് അപ്പുറത്ത് പണി. എടാ, നിനക്ക് മനസ്സിലായില്ലേ നളിനിയെ? നളിനി. നിങ്ങൾ ഇരിക്കേട്ടോ, ഞാൻ ആ ഗസ്റ്റുകളെ കണ്ടിട്ട് വരാം. ഇരിക്കേ. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് ചെയ്തോണം കേട്ടോ. അതെ, എങ്ങനെയുണ്ട് അലങ്കാരമൊക്കെ? കുഴപ്പമില്ല. അതെ, ഇഷ്ടമെങ്കിൽ ഒരു സമ്മാനം തരുമോ? എന്ത് സമ്മാനം? അതന്നെ. ഇതെന്താ അത്ര ചോദിക്കാൻ? എപ്പോഴും ചോദിക്കുന്ന സാധനം തന്നെ. ഒരു മുത്തകാവ്. ആരും കാണില്ല, വേണ്ട. പോടുന്നു. പ്രീതി പ്രീതി പ്രീതി. എന്താ രണ്ടുപേരും കൂടി? എന്താ ശാലിനി? ഏയ് ഒന്നുമില്ല. എന്താ വിഷ്ണുട്ടാ? അത് പിന്നെ മോളെ, ഞാൻ ഒരു സംഗതി കൂടി ചോദിച്ചു. അപ്പൊ അയാൾ മുഖം അടിച്ചിട്ട് അങ്ങോട്ട് പറയാ തരാൻ പറ്റില്ലെന്ന്. എന്താ ശാലിനി കാര്യം? പറയട്ടെ വിഷ്ണുവേട്ടാ, പറയട്ടെ.
പറയാന്നേ, നമ്മുടെ പ്രീതിയല്ലേ. അല്ല പറയാം. ഒന്നുമില്ല. അയ്യേ. വേണമെന്ന് പറഞ്ഞു. അയ്യേ, നേരാണോ വിഷ്ണുവേട്ടാ? അല്ല അത് പിന്നെ ഞാൻ കുട്ടിക്കളി മാറിയിട്ടില്ല. ഈ വിഷ്ണുവേട്ടന്റെ ഒരു കാര്യം. ഞാൻ അയ്യേ. അയ്യയ്യേ. ഊണ് കഴിക്കണം പറയായിരുന്നേ. എടുത്തോ എല്ലായിടത്തോ. ഓ എത്തിയ ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. എവിടെയായിരുന്നു രണ്ടെണ്ണവും? ഒന്നും പറയണ്ട അച്ഛനെ, പറഞ്ഞ വഴി ഭയങ്കര ബ്ലോക്ക് ആയിപ്പോയതാണ്. എന്താ അച്ഛനെ? ഒന്നുമില്ല. എന്നാ ഒന്ന് സ്മൈൽ ചെയ്തേ, ഒരു ക്ലിക്ക് അടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട്. തൽക്കാലം ഇപ്പൊ വേണ്ട, ഇയാൾ ഇവിടത്തെ എടുക്ക കേട്ടാ. അല്ല ഇത് കിട്ടും സത്യം. അയ്യോ എടാ സത്യം പറ, എടുത്തോടുത്തു. താൻ എത്തിയോ? അഹോ ഞാൻ നേരത്തെ എത്തി. സത്യമേ രണ്ടുപേരും ഒന്ന് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒന്ന് സ്മൈൽ ചെയ്തെന്ന്. ക്യാമറയിൽ ഒതുങ്ങുന്നില്ല, ലെൻസ് ഒന്ന് ബൈഡാക്കേണ്ടി വരും. അല്ല ഇപ്പോഴാണ് കറക്റ്റ് ആയത്. കറക്റ്റ് സ്മൈൽ. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങോട്ട് ഇരിക്കാന്ന്. ആയിക്കോട്ടെ. കുഴപ്പമില്ല. എന്താണ് ഇവിടെ? അല്ല ഒരു നല്ല രസമുണ്ട്. ഓ അവൻ്റെ ഒരു രസം. മര്യാദയ്ക്കൊന്ന് വീഡിയോ ഇടറാ. ഓ ഇതെല്ലാം കവർ ചെയ്യണം, കംപ്ലീറ്റ് VIP കളാണ്. റെഡി സത്യമേ? വീണ്ടും ഒരു ക്ലിക്ക്. രാഘവ സാറാണ് എടുത്തോ. വണ്ടിയിലാണ് പറഞ്ഞത്, ഫോക്കസ് മാറല്ലേ. ആ രാഘവേട്ടാ, ഗോനാഥ് അങ്ങോട്ടിരിക്കും. സരള എത്തി. ദാസേട്ട അങ്ങോട്ട് ഇരിക്കാം. ഞാൻ എത്തി കേട്ടോ. സരളെ, സുസ്മിത ഒരുങ്ങിയില്ലേ ഇതുവരെ? ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അവളുടെ. സത്യമേ അറിയാലോ, ക്വാളിറ്റിയാണ് ഈ ക്ലീറ്റേഴ്സിന്റെ പേര്. എടോ, ഒരു ഫംഗ്ഷന് വിളിച്ച സമയത്തിന് വരണം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് തനിക്കറിയാമോ? ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണെന്ന് എനിക്കറിയാമോ എന്ന് ഒന്ന് പറഞ്ഞു വിടറാ അപ്പുകളി. സത്യാമ്മയുടെ കുഞ്ഞമ്മയുടെ കല്യാണം. അത് അല്ല, കുഞ്ഞുമോളെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്നാടോ പറഞ്ഞല്ലേ. ഇവരൊക്കെ സത്യമാ, ഒന്ന് സ്മൈൽ പ്ലീസ്. നിങ്ങൾക്കറിയോ, കെട്ടാൻ വേണ്ടി വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തി വെച്ച താലി ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ എന്റെ കഴുത്തി കെട്ടിക്കോന്ന് ഞാൻ ശപഥം ചെയ്തതാ. അതൊക്കെ അറബിക്കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പുതിയൊരുത്തിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനോ? പറ്റില്ലെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോന്നേ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെങ്ങനെ ചെയ്യാനാ? വിഷ്ണുവേട്ടന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ ഇവിടെ പറ്റിക്കൂടി നിൽക്കുന്നത് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ. വിഷ്ണുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധമുണ്ട് ഭാമാൻഡിക്ക്. അതിനേക്കാ കേമനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനെന്ന് പറഞ്ഞ ആന്റി എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ ആന്റി എന്നെ ഇവിടുന്ന് പുറത്താക്കും.
ശാലിനിയെ പുറത്താക്കിയിട്ട് വിഷ്ണുവേട്ടന്റെ ഭാര്യ ആകാമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്ന എന്റെ സകല പ്രതീക്ഷ അസ്തമിക്കും. എനിക്ക് പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്നത്തെ പാർട്ടിയിൽ വെച്ച് പ്രഖ്യാപിക്കുമല്ലോ നിന്റെ ഭാവി വരനെ. നീ പറഞ്ഞത് വെച്ച് മോതിരമാറ്റവും നടക്കും. പക്ഷെ കല്യാണത്തിന് കുറച്ച് ദിവസം ബാക്കിയുണ്ടാവുമല്ലോ. അതിനിടയിൽ നിങ്ങൾക്ക് പരിചയപ്പെടാനും അടുത്ത് സംസാരിക്കാനൊക്കെ അവസരം കിട്ടുമല്ലോ. അതിനിടയിൽ നീ അവന് നിന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കണം. അതെ, നീയായിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണ്ട. അവൻ 4 കാലും പറിച്ചു ഓടിക്കോളും. കല്യാണം മുടങ്ങിയെന്നുള്ള സഹതാപത്തിൽ നിനക്കിവിടെ വീണ്ടും കടിച്ചു തൂങ്ങുകയും ചെയ്യാം. അത് തന്നെയാ ശരിയായ വഴി. വരട്ടെ അവനിങ്ങോട്ട്.